നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ഇന്നലെ നടത്തിയ അസിസ്റ്റന്റ് ഗ്രേഡ് 2 സർജിയന്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ ഡിസ്കഷൻ ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യന്റെയും എക്സ്പ്ലനേഷൻ അടക്കം പറയുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇത് PSC റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം തന്നെയാണ്. SCERT ടെക്സ്റ്റ് ബുക്കിലും ഉള്ള സെയിം സെന്റൻസ് തന്നെയാണ് ഇവർ ചോദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി രണ്ടാമത്തെ ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പവും. അപ്പൊ ആ ചാപ്റ്ററിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഇതില് കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ബോയിൽ നിയമം. ബോയിൽ നിയമം എന്ന് പറയുന്നത് വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. വോളിയം പ്രഷറും എന്താണ്? വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. അതാണ് വിപരീത അനുപാതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. ഓപ്ഷൻ സിയും ബോയിൽ നിയമമുണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടുകയും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതല്ല ഉത്തരം. ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പോൾ അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിള എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? മർദ്ദം എന്താണ് ചെയ്യുന്നത്? മർദ്ദം മുകളിലോട്ട് പോകുന്നതും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വ്യാപ്തം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതുകൊണ്ടാണ് വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നത്. അതാണ് റീസൺ. ഓക്കെ, ഇനി ചാൾസ് നിയമം എന്താണ്? ഓപ്ഷൻ ബി ചാൾസ് നിയമമാണല്ലോ. ചാൾസ് നിയമം എന്ന് പറയുന്നത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതായത് ഓളിയവും താപനിലയും അതായത് വ്യാപ്തവും താപനിലയും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന കണ്ടീഷനില് ഉത്തരം ബോയിൽ നിയമമാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ഒരു മൂലകം ഏതെന്ന് നിർണയിക്കുന്നത് അതിന്റെ ഒരു ആറ്റത്തിന്റെ ഏത് കണമാണ്? ഇത് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്, അല്ലാതെ PSC റിപ്പീറ്റിംഗ് ചോദ്യമാണ്. അതായത് ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ. ഓക്കെ, അടുത്ത ചോദ്യം, അലുമിനിയത്തിന്റെ അയിരിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? അപ്പൊ ഈ ചോദ്യം വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി 4ാമത്തെ ചാപ്റ്റർ ലോഹനിർമ്മാണം എന്ന ചാപ്റ്ററിൽ നിന്ന് എടുത്തിരിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രീകരണം ചെയ്യുന്ന രീതി ലീച്ചിങ്. ഏതാണ്? ലീച്ചിങ്. അപ്പൊ കാന്തിക വിഭജനം എന്തിനാ ഉപയോഗിക്കുന്നത്? കാന്തിക വിഭജനം മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിനെ സാന്ദ്രണം ചെയ്യാനാണ് കാന്തിക വിഭജനം അഥവാ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കുന്നത്. അതായത് അയിരിനോ അല്ലെങ്കിൽ അപദ്രവത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ, അപ്പോൾ ഇരുമ്പിന്റെ അയിരായ മാഗ്നറ്റൈറ്റ് കാന്തിക സ്വഭാവം ഉള്ളത് കൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ കാന്തിക വിഭജനമാണ് ഉപയോഗിക്കുന്നത്. ഇനി പ്ലവന പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് പ്ലവന പ്രക്രിയ. അതായത് സൾഫൈഡ് അയിരുകൾ സാന്ദ്രണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത്. ഇനി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, അതായത് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത് ഓക്സൈഡ് അയിരുകൾ അല്ലെങ്കിൽ സ്വർണത്തിന്റെ അയിരുകളുടെയൊക്കെ സാന്ദ്രീകരണത്തിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ലീച്ചിങ് ആണ്. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്നത് ലീച്ചിങ്. അടുത്തത്, 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഇവരിൽ ആർക്കാണ്? കാർപ്പന്റിയർക്കും ഡൗഡിനയ്ക്കുമാണ്. ഓപ്ഷനിൽ ഡൗഡിനെ ഉണ്ട്. ഓക്കെ, 5ാമത്തെ ചോദ്യം, ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് നൽകുന്നത് ഏതു മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ്? PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് ശാസ്ത്ര മേഖലയിലാണ് നൽകുന്നത്. ഏറ്റവും കൂടുതൽ വീക്ഷണ സ്ഥിരതയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? ഇത് SCERT-യിൽ നിന്ന് വന്ന ചോദ്യമാണ്. SCERT 10ാം ക്ലാസ്സിലെ ഫിസിക്സ് 4ാമത്തെ ചാപ്റ്റർ പ്രകാശത്തിന്റെ പ്രതിപതനം ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇതില് വീക്ഷണ വിസ്തൃതി എന്താണെന്ന് പറഞ്ഞാൽ ഫീൽഡ് ഓഫ് വ്യൂ, അതായത് ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് വീക്ഷണ വിസ്തൃതി അഥവാ ഫീൽഡ് ഓഫ് വ്യൂ. അപ്പോ
സമതല ദർപ്പണം, കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം എന്നീ ദർപ്പണങ്ങളിൽ ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ള ദർപ്പണം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണം. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. SCRT ഫാക്ട് ആണ് കേട്ടോ, അപ്പം ഓർക്കുക. അടുത്ത ചോദ്യം, ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ട്? അഡ്ഹഷൻ ആണ്. അതായത് ഡിഫറെന്റ് തന്മാത്രകൾ, ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അഡ്ഹഷൻ ആണ്. സെയിം തന്മാത്രകളാണെങ്കിൽ അത് കൊഹിഷൻ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം അഡ്ഹഷൻ ബലമാണ്. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് അഡ്ഹഷൻ ബലം കൊണ്ടാണ്. ഓക്കെ, ഇനി 1000 കിലോഗ്രാം മാസുള്ള കാറും 2000 കിലോഗ്രാം മാസുള്ള ബസ്സും ഒരേ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ഏതിനാണ് ആക്കം കൂടുതൽ? അപ്പൊ ആക്കം എന്ന് പറയുന്നത് മൊമെന്റം ആണ്. മൊമെന്റത്തിനെ പി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പി കണ്ടുപിടിക്കാനുള്ള ഫോർമുല m×v, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ മാസ് കൂടുമ്പോൾ എന്ത് കൂടും? ആക്കവും കൂടും. വെലോസിറ്റി കൂടുമ്പോഴും ആക്കം കൂടും. ഇവിടെ തന്നിരിക്കുന്ന ഒരേ പ്രവേഗം എന്നാണ്, അതായത് ഒരേ വെലോസിറ്റി ആണ്. അപ്പൊ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. മാസ് ചേഞ്ച് ഉണ്ട് അല്ലെ. മാസ് ഏതിനാ കൂടുതൽ? ബസ്സിനാണ് മാസ് കൂടുതൽ. അപ്പൊ ആക്കം കൂടുതൽ ഏതിനായിരിക്കും? 2000 കിലോഗ്രാം മാസുള്ള ബസ്സിനായിരിക്കും ആക്കം കൂടുതൽ. ഓക്കെ, അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ IAU ഏത് ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞരുടെ പേരാണ് HD 86081 എന്ന നക്ഷത്രത്തിന് നൽകിയത്? ഇത് കറണ്ട് അഫെയർ ആണ്. 2019 ഒരു കറണ്ട് അഫെയർ ആണ്. ബിഭ ചൗധരി. ബിഭ ചൗധരിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ന്യൂട്രിനോ ഒബ്സർവേറ്ററി പ്രോജക്റ്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്, തേനിയിലാണ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി പ്രോജക്റ്റ് സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജി 3ാമത്തെ ചാപ്റ്റർ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. അതില് അഡ്രീനൽ ഗ്രന്ഥിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതില് പുറം ഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. നമ്മുടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ ആൽഡോസ്റ്റിറോൺ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലനാവസ്ഥ നിലനിർത്തുന്നു. അപ്പൊ അത് ശരിയാണ്. ഓപ്ഷൻ 1 ശരിയാണ്. പിന്നെ ലൈംഗിക ഹോർമോണുകൾ ലൈംഗിക വളർച്ചയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. ഓക്കെ, ഓപ്ഷൻ 3 ശരിയാണ്. അപ്പം 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇത് 10ാം ക്ലാസ്സിലെ ബയോളജി 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. അടുത്തത്, അയഡിൻ ചേർത്ത് ഉപ്പ് നിർബന്ധമാക്കുക വഴി ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിച്ച അപര്യാപ്തത രോഗങ്ങൾ. ഇത് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. 10ാം ക്ലാസ്സിലെ ബയോളജിയിലും കൊടുത്തിട്ടുണ്ട്. ക്രെട്ടനിസവും മിക്സഡിമയുമാണ് അയഡിൻ ചേർത്ത് ഉപ്പ് നിർബന്ധമാക്കുക വഴി, അതായത് എന്താണ്, തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗങ്ങളാണ് ക്രെട്ടനിസം, മിക്സഡിമ. ഓക്കെ, അതായത് തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. ഇത് ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപാദന കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ക്രെട്ടനിസം എന്ന് പറയുന്നത്. മിക്സഡിമ എന്ന് പറഞ്ഞാൽ എന്താണ്? മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് മിക്സഡിമ. ഓക്കെ, അപ്പോൾ 1ഉം 3ഉമാണ് ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിൽ നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, വന്യജീവി സങ്കേതങ്ങൾ മുതലായ കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടത് 3ഉം 4ഉമാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക, വന്യജീവി സംരക്ഷണത്തോടൊപ്പം പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുക. ഇതാണ് നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടത്. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ ആവാസ വ്യവസ്ഥയെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയുക, അത് വന്യജീവി സങ്കേതത്തിൽ വരുന്നതാണ്. പൊതുജന പങ്കാളിത്തത്തോടെ ഒരു പ്രദേശം സംരക്ഷിക്കപ്പെടുന്നു, കമ്മ്യൂണിറ്റി റിസർവിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? കോമൺ ചോദ്യമാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം, കോമൺ ചോദ്യം. 5ാം പഞ്ചവത്സര പദ്ധതി. വികസനത്തിന്റെ LPG മാതൃക. LPG എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹ റാവു.
അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ധാതു വിഭവങ്ങളുടെ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏജൻസികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ജോഡി ഏത്? ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളുടെ ഗവേഷണം ഏതാണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഒന്ന് മാത്രമാണ് ശരിയായിട്ട് ഉള്ളത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നമുക്ക് ഈ 3 പ്രസ്താവന വായിക്കുമ്പോഴും ഏതാണെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പരിസ്ഥിതി സൗഹാർദ്ദമാണ്. കറക്റ്റ് ആണ്. കൽക്കരിയും പെട്രോളും പുതുക്കാൻ സാധിക്കുന്ന വിഭവങ്ങളാണ്, അതായത് റിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ആണോ? അല്ല. ഉപയോഗിക്കുന്നവരും തീർന്നു പോകുന്നതാണ്. അതുപോലെ നോൺ റിന്യൂവബിളും ആണ്. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന ആഗോളതാപനം ഭൗമ അന്തരീക്ഷത്തിലുള്ള താപവർധനയെ സൂചിപ്പിക്കുന്നു. ആഗോളതാപനം എന്ന് പറഞ്ഞാൽ തന്നെ ഗ്ലോബൽ വാർമിംഗ് ആണ്, താപവർധനയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, 2019-20 ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രാഥമിക മേഖലയുടെ സംഭാവന എത്ര ശതമാനം? പ്രാഥമിക മേഖല 16.5%. 19-20 ആണ് 16.5%. 20-21 ചോദിച്ചാൽ അത് 20%-വുമാണെന്ന് ഓർക്കുക. അടുത്തത്, 2020 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാര ജേതാക്കൾ. ഡിഗ്രി ലെവൽ പ്രിലിംസ് 30-ാം തീയതി നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന് എന്താ ചോദിച്ചത്? സാമ്പത്തിക ശാസ്ത്രം എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ്? അത് ഓപ്ഷൻ തിയറിയാണ്, ലേല സിദ്ധാന്തം. ആരാണ് എന്നാണ്, പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ് എന്നാണ് ഇന്നലെ നടത്തിയ പരീക്ഷയിൽ വന്നത്. പോൾ ആർ മിൽഗ്രാം, റോബർട്ട് ബി വിൽസൺ എന്നിവർക്കാണ് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് 5 ചോദ്യം IT ആൻഡ് സൈബർ ലോയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഒരു ഇന്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ എന്ത് എന്ന് വിളിക്കുന്നു? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓപ്ഷൻ എ URL. ഓക്കെ. മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? മാക് അഡ്രസ്സിൽ 12 അക്കങ്ങളാണുള്ളത്. നമ്മൾ കോമൺ ആയിട്ട് ബേസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. SCR ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട് ഇത്. മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? 12 അക്കങ്ങളാണ് ഉള്ളത്. തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണ്? ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു, +2 ലെവൽ എക്സാമിന് ചോദിച്ചു. ഓപ്ഷനിൽ രജിസ്റ്റർ ഇല്ല. രജിസ്റ്റർ ആണ് ഏറ്റവും വേഗത കൂടിയ മെമ്മറി. അതിന് തൊട്ട് താഴെ ക്യാഷെ വരുന്നുണ്ട്. അപ്പൊ ക്യാഷെയാണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? വിൻഡോസ് ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വിൻഡോസ് ആണ് ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത്. IT ആക്ട് 2000 നിയമങ്ങളിൽ സൈബർ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സൈബർ ടെററിസം 66F ആണ്. അടുത്തത്, ടിപ്പുവിന്റെ പടയോട്ടം ചുവർചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ള പള്ളി കാഞ്ഞൂർ പള്ളിയാണ്. കാഞ്ഞൂർ പള്ളി. അടുത്തത്, ഈ 4 വരികള് വയലാർ രാമവർമ്മയുടെ കാവ്യശകലം ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ഇത് അശ്വമേധത്തിലെ വരികളാണ്. വയലാർ രാമവർമ്മ, അശ്വമേധം. ടോക്കിയോ ഒളിമ്പിക്സ് 2020 തെറ്റായ പ്രസ്താവന ഏതാണ്? ആദ്യത്തെ പ്രസ്താവന, ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സ്വർണം നേടി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഭാരോദ്വഹനത്തിൽ 49 കിലോഗ്രാം വിഭാഗത്തിൽ മീരാഭായ് ചാനു വെള്ളി മെഡൽ നേടി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. PV സിന്ധുവാണ് ബാഡ്മിന്റണിൽ വെള്ളി നേടി. വെള്ളിയല്ലല്ലോ നേടിയത്, വെങ്കലമാണ് നേടിയത്. അപ്പൊ അതാണ് അവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത പ്രസ്താവന, ഡോക്ടർ ഫൈൻസി ദത്തനാണ് ബാഡ്മിന്റൺ മത്സരം നിയന്ത്രിക്കുന്നതിന് ഒളിമ്പിക് അമ്പയർ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യക്കാരനായ മലയാളി. അതും ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. അടുത്തത്, കോവിഡ് വാക്സിൻ 100% ജനങ്ങൾക്ക് ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ഭുവനേശ്വർ ആണ്. ഭുവനേശ്വർ. താഴെ തന്നിരിക്കുന്നതിൽ ജോഡികളിൽ ശരിയല്ലാത്ത ജോഡി. ഗദ്ദിക വയനാട്, PK കാളൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അർജുന നൃത്തം കോട്ടയം ജില്ല തന്നെയാണ്. കണ്യാർകളി പാലക്കാട്. മാർഗംകളി ഏത് ജില്ലയാ? കോട്ടയം ജില്ലയാണ്. ഇവിടെ തിരുവനന്തപുരമാണ് തന്നിരിക്കുന്നത്. അതാണ് തെറ്റായിട്ടുള്ള ജോഡി. അടുത്തത്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? അദ്ദേഹം അന്തരിച്ചായിരുന്നു. അപ്പോൾ തൃക്കോട്ടൂർ പെരുമ UA ഖാദറിന്റെ കൃതിയാണെന്ന് ഓർക്കുക. അടുത്തത്, അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനും സ്വകാര്യത ഉറപ്പാക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കിയ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് G-SUITE. G-SUITE. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടാത്തത് 3 പേരാണ് ആ സമിതിയിലുള്ളത്. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. ഇല്ലാത്തത് ആരാ? ലോക്സഭാ സ്പീക്കറാണ് ഇല്ലാത്തത്. അടുത്ത ചോദ്യം, ഉപഭോക്തൃ നിയമത്തിലെ ജില്ലാ ഉപഭോക്തൃ ഫോറവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏത്? ഇത് നമ്മുടെ
ടെക്സ്റ്റ് ബുക്കിൽ ഉപഭോക്തൃ സംരക്ഷണം എന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന 3 തെറ്റാണ്. ഓക്കെ, ഒന്നും ശരിയല്ല. അപ്പൊ നിങ്ങൾ ആ ഒരു ടേബിള് വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അടുത്ത ചോദ്യം, സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക പീഡനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ. അടുത്ത ചോദ്യം, 2007 മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചെലവിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള നിയമം അനുസരിച്ച് വകുപ്പ് 7 പ്രകാരം രൂപീകരിക്കേണ്ട ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ്? തന്നിരിക്കുന്ന 2 പ്രസ്താവനയും ശരിയാണ്. ട്രിബ്യൂണൽ രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ സബ് ഡിവിഷണൽ ഓഫീസറിൽ കുറയാത്ത പദവിയിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം. അപ്പം മേൽ പറഞ്ഞ ഉത്തരം എയും ബിയും ശരിയാണ്. അടുത്തത്, ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അതിന്റെ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം. ഇത് തന്നിരിക്കുന്ന പ്രസ്താവനകൾ: കമ്മീഷൻ അധ്യക്ഷയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കമ്മീഷൻ അംഗങ്ങളിൽ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം. ഈ പറഞ്ഞിരിക്കുന്ന 3 പ്രസ്താവനയും ശരിയാണ്. അപ്പൊ മേൽ പറഞ്ഞ 3 ഉത്തരങ്ങളും ശരിയാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പൊ 2 പ്രസ്താവന തന്നിട്ടുണ്ട്. കമ്മീഷൻ അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നവർക്ക് കാലാവധി വ്യത്യാസമില്ലാതെ 70 വയസ്സുവരെ ആ പദവിയിൽ തുടരാവുന്നതാണ്. നിലവിൽ കമ്മീഷന്റെ അധ്യക്ഷൻ 2021 നിയമിതനായ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ഇവിടെ ഓപ്ഷൻ എയില് 3 വർഷം കാലാവധി എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം പോക്സോയെ പറ്റിയാണ്. പോക്സോയെ പറ്റി 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ നിയമം അനുസരിച്ച് കുട്ടികൾ എന്നുള്ളതിന് ആൺപെൺ വ്യത്യാസമില്ല. അത് ശരിയാണ്. പ്രായം സംബന്ധിച്ച നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിർവചന പ്രകാരം അത് 16 വയസ്സിൽ താഴെയായിരിക്കണം. 18 വയസ്സിലാണ് താഴെ. അത് തെറ്റാണ്. അപ്പോൾ 1 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, 0 ഡിഗ്രി രേഖാംശ രേഖയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഭൂമധ്യരേഖ എന്ന് വിളിക്കപ്പെടുന്നത്. പ്രൈം മെറിഡിയൻ എന്നും വിളിക്കപ്പെടുന്നത്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഭൂമിയിലെ എല്ലാത്തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതിനാണ്? SCRT ഫാക്റ്റ് ആണ്. ആഗ്നേയ ശില. അല്ലാതെ നമുക്ക് അറിയാന്നുള്ള മാതൃശില എന്നറിയപ്പെടുന്ന ആഗ്നേയ ശിലയാണ്. പൂർവിക സ്ഥാനം അപ്പോൾ ആഗ്നേയ ശിലയാണ്. കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിനും ഈ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? മർദ്ദചരിവ് മാനബലം, ഘർഷണബലം, കോറിയോലിസ് ബലം. കൊഹിഷൻ ബലം അവിടെ ഇല്ല. അപ്പോൾ 1, 3, 4 എന്നുള്ളതാണ് ഉത്തരം. കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. ബാരൻ ദ്വീപ്, നേവാഷേവ, ഹാൽദിയ, പാരാദ്വീപ്. ഇതൊക്കെ എന്താണ്? മേജർ തുറമുഖങ്ങളാണ്. ബാരൻ ദ്വീപ് എന്ന് പറയുന്നത് ഐലൻഡ് ആണ്. അടുത്തത് പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. സിമ്പിൾ ആയിട്ടുള്ള പ്രസ്താവനയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏറ്റവും ആഴം കൂടിയ സമുദ്രം, അനേകായിരം ചെറുതും വലുതുമായ ദ്വീപുകൾ കാണപ്പെടുന്നു. എസ് ആകൃതിയല്ല. എസ് ആകൃതി ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഭൗമോപരിതലത്തിന്റെ 1/3 മൂന്നിൽ ഒരു ഭാഗമാണ് എന്ത്? പസഫിക് സമുദ്രം. ഓക്കെ. അപ്പം 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതൊക്കെയാണ്? ഖാരോ, ഖാസി, ജയന്തിയ, പത്കായി ഭൂം. അപ്പൊ ഇതില് പത്കായി ഭൂം ഉണ്ട്, ജയന്തിയ ഉണ്ട്. ഓക്കെ, അതാണ് 1ഉം 2ഉമാണ് ഉത്തരം. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവർ ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ. പിന്നെ തലക്കൽ ചന്തുവും ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ലാത്തത് ആരാണ്? പാലിയത്തച്ഛനാണ് ഇല്ലാത്തത്. അപ്പൊ 1, 3, 4 ആണ് ഉത്തരം. 1, 3, 4. അടുത്തത് പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതില് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാ? സമത്വവും പരസ്പര സഹായവും പുലർത്തുക. പഞ്ചശീല തത്വം അനുസരിച്ച്. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ശരിയാണ്. പരസ്പരം ആക്രമിക്കാതിരിക്കുക. ശരിയാണ്. ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാതിരിക്കുകയാണ്. ഇടപെടുക എന്നാ കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. അപ്പൊ 1, 2, 3 എന്നിവയാണ് ശരി. 1, 2, 3. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാ? മെർക്കന്റിലിസ്റ്റ് നിയമം, കോണ്ടിനെന്റൽ കോൺഗ്രസ്, പാരീസ് ഉടമ്പടി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ 1, 3, 4. ഫ്രാൻസിലുണ്ടായിരുന്ന 3ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണ്? ബാങ്കർ, എഴുത്തുകാർ, അഭിഭാഷകർ. 1, 3, 4. പ്രഭുക്കന്മാർ 2ാമത്തെ എസ്റ്റേറ്റിൽ വരുന്നതാണ്. ശരിയായ ജോഡി. ഝാൻസിയിൽ കലാപം നയിച്ച റാണി ലക്ഷ്മിബായി,
ലക്നൌവിലെ ബീഗം ഹസ്രത് മഹൽ, കാൺപൂരിലെ നാനാ സാഹിബ്, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. നേരെ നേരെ തന്നെയാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത് പ്രശസ്തരുടെ സമാധി സ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? രാജ്ഘട്ട്, ശക്തിസ്ഥൽ, വീർഭൂമി, ശാന്തിനികേതൻ. ശാന്തിനികേതൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ബാക്കി മൂന്നും എന്താണ്? സമാധി സ്ഥലങ്ങളാണ്. അടുത്തത് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് ഏതാ? പത്താം ക്ലാസ്സിലെ ചാപ്റ്ററിലാണ് അകറ്റി നിർത്താം രോഗങ്ങളെ. അതിനകത്ത് വരുന്നതാണ് എലിപ്പനി എന്ന് പറയുന്ന ബാക്ടീരിയ രോഗമാണ്. ആശാപ്രവർത്തകരുടെ യോഗ്യത, ഇതിൽ തെറ്റായ പ്രസ്താവന. ആശാപ്രവർത്തകരുടെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ് പാസ്സായിരിക്കേണ്ടത്. +2 അല്ല, 10ാം ക്ലാസ് ആണ് പാസ്സായിരിക്കേണ്ടത്. അപ്പൊ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. അതേ പഞ്ചായത്തിലെ വ്യക്തിയായിരിക്കണം, ഒരു വനിതയായിരിക്കണം, 25 മുതൽ 45 വയസ്സ് പ്രായപരിധിയിൽ ഉള്ള ആളാകണം. ഓക്കെ. അടുത്ത ചോദ്യം, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDI പൂർണ്ണ അംഗീകാരം കിട്ടിയ കോവിഡ് വാക്സിൻ ഏതാണ്? ഫൈസർ വാക്സിൻ ആണ്. ഫൈസർ വാക്സിൻ. രക്തസമ്മർദ്ദത്തെ പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പൊ ഇതിലെ തെറ്റായ പ്രസ്താവന, ഉപ്പ് അധികം ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകില്ല. അതാണ് തെറ്റായിട്ടുള്ളത്. കോമൺ ആയിട്ട് അറിയാന്നുള്ള കാര്യം തന്നെയാണ്. അടുത്തത്, കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയെ പറ്റി തെറ്റായ പ്രസ്താവന. മാതൃ ശിശു സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ഇനി 57, സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശം ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 19. ഓക്കെ. അടുത്തത്, ബാണാസുര സാഗർ ഡാം വയനാട് ജില്ല. കോമൺ ചോദ്യം. വില്യം ലോഗൻ കമ്മീഷൻ കേരളത്തിലെ ഒരു കർഷക സമരത്തെ കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ്. ഏതാണ് ആ സമരം? മലബാർ കർഷക സമരം. പിന്നാക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടനാ ഭേദഗതി ബില്ല് ഏതാണെന്നാണ് ചോദ്യം വരേണ്ടത്. 127ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് KSFE ആണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. ജസ്റ്റിസ് NV രമണ ഇപ്പോഴത്തെ 48ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് NV രമണ. ഏറ്റവും നല്ല കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡ് കർഷകോത്തമ. മലയാള മനോരമ നൽകുന്നത് കർഷകശ്രീ. സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത് ഏതാണ്? പൊതുജനാരോഗ്യം. പൊതുജനാരോഗ്യമാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത്. 1ാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിരുന്നു AKG ആയിരുന്നു 1ാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? പാറശാലയാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം. ഇനി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ഓൺലൈൻ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്ന ചാനൽ ഏതാണ്? വിക്ടേഴ്സ് ചാനൽ. വിക്ടേഴ്സ് ചാനൽ കോമൺ ആയിട്ട് അറിയാം. അപ്പം അറിഞ്ഞിരിക്കണം നമ്മൾ ഈ ഫാക്ട്. ഓക്കെ. ഭരണഘടനയുടെ 352ാം വകുപ്പ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്. ദേശീയ അടിയന്തരാവസ്ഥ. അടുത്തത്, കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്നതിന് സാനി മാറ്റ്. അപ്പൊ മാറ്റ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കേരള കയർ കോർപ്പറേഷനിലേക്ക് എത്താൻ പറ്റും. കേരള കയർ കോർപ്പറേഷനാണ് സാനി മാറ്റ് എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചത്. ശ്രീ നാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷ. 70 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി 10 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, 10 ഇംഗ്ലീഷ്, 10 മലയാളം. നോക്കാം. ഒരു കോഡ് ഭാഷയിൽ D എന്ന് പറയുന്നത് 32. അപ്പോൾ നമ്മൾ എഴുതി നോക്കുമ്പോൾ D എന്ന് പറയുന്ന 32 എങ്ങനെ എഴുതി? ABCD. അപ്പം ഡിയുടെ മുന്നോട്ടുള്ള രണ്ടെണ്ണമാണ് 3ഉം 2ഉം എന്ന് പറയുന്നത്. നമ്പേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ 3ഉം 2ഉം. G 9, 8 എഴുതിയതും അങ്ങനെയാണ്. അപ്പോൾ ഫേസ് എങ്ങനെയാണ് എഴുതുന്നത്? നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം ഓരോ ലെറ്ററിനെയും 2 എണ്ണം വീതമാണ് കോഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ കൗണ്ട് ചെയ്യുമ്പോൾ ഓപ്ഷൻ D ആണ് ഉത്തരമായിട്ട്. അങ്ങനെയും നമുക്ക് എത്താം. അല്ലാതെ ഞാൻ പറഞ്ഞ ഇത് വെച്ച് പ്രീവിയസ് നമ്പേഴ്സ് എടുത്തും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. അടുത്ത ചോദ്യം, ഈ റൂട്ടിനകത്ത് റൂട്ട് 49 എന്നാണ് വരുന്നത്. റൂട്ട് 49 എന്ന് പറയുമ്പോൾ 7 ആണ് ഉത്തരം. ഓക്കെ. അടുത്തത്, ശ്രേണിയുടെ 68ാം പദവും 72ാം പദവും തമ്മിലുള്ള വ്യത്യാസം 16 ആണ് ഉത്തരം. ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നതാണ്. 68ാം പദം എന്ന് പറഞ്ഞാൽ A+67D എന്ന് എടുക്കുക. 72ാം പദം എന്ന് പറഞ്ഞാൽ A+71D എടുക്കുക. അതിന് ഡിഫറൻസ് എടുക്കുക. വ്യത്യാസമല്ലേ, ഡിഫറൻസ് എടുക്കുക. അപ്പൊ ഉത്തരത്തിലേക്ക് 4D എന്ന് വരും. അപ്പൊ 4D. ഇവിടെ D എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പൊ 4D. 4 × 4 16 ആണ് ഉത്തരം. അങ്ങനെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അടുത്ത ക്ലോക്ക് ആണ്. 45 ഡിഗ്രി കോണളവ് വരുന്നത് 7:30 7:30. അടുത്തത്, മോതിരത്തിന്റെ വില 51,075 രൂപ. ഓക്കെ.
4,500 രൂപ നിരക്കിൽ 10 ഗ്രാം. അപ്പൊ 1 ഗ്രാമിന് 4,500 ആകുമ്പോൾ 10 ഗ്രാമിന് 45,000 രൂപ. അതിൽ 3% GST ആഡ് ചെയ്തു, 10% പണിക്കൂലി ആഡ് ചെയ്തു, പണിക്കൂലിയുടെ 5% GST ആഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ എത്രയാണ്? ശതമാനത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ആകെ വാക്കുകളുടെ നീളം 36. സമചതുര കട്ടയാണ്. അപ്പൊ ആകെ വാക്കുകൾ 12. അപ്പൊ 12A 36. അപ്പൊ A എന്ന് പറയുന്നത് 3. അപ്പൊ വ്യാപ്തം A³ എത്രയാണ്? 27. അടുത്ത ചോദ്യം 3:54 ആയാൽ 5 എത്ര? ഇത് ഇച്ചയൊന്ന് ചിന്തിക്കേണ്ട ഒരു പ്രോബ്ലം ആണ്. അപ്പൊ 3 എങ്ങനെ 54 ആയി എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ 3 എങ്ങനെ 54 ആയി എന്ന് ചിന്തിക്കുമ്പോൾ 3² × 6, അതായത് 9 × 6 54 ആണ്. അതുപോലെ 5² × 6 എടുക്കാം. 5² 25, 25 × 6 150. ഇങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്തത് ഡയറക്ഷൻ ടെസ്റ്റ് ആണ്. ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. 50 മീറ്റർ ആണ് ഉത്തരം, 50 മീറ്റർ. അടുത്തത് പലിശയാണ്. പലിശ 55.08 ആണ് വ്യത്യാസം. 3 വർഷം കഴിയുമ്പോൾ പലിശ പിൻവലിച്ചാൽ പലിശയിൽ വരുന്ന വ്യത്യാസം 55.08. അടുത്തത് ടിക്കറ്റിന്റെ വില 17 രൂപയാണ് ഉത്തരം. അടുത്ത ചോദ്യം ഇംഗ്ലീഷ് ആണ്. ദ ക്യാപ്റ്റൻ as well as the players. as well as വെച്ച് 2 സബ്ജക്റ്റിനെ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിന് അനുസരിച്ച് എടുക്കാം. ദ ക്യാപ്റ്റൻ സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ സിംഗുലർ വേർബ് was responsible for this failure. The dash look on her face was really shocking. ഉത്തരം വിറുലന്റ് ആണ്. വിറുലന്റ് എന്ന് വെച്ചാൽ മാരകമായ എന്നുള്ള മീനിങ് ആണ്. മാരകമായ. ഓക്കെ, അടുത്തത് 4 പാർട്സ്. ഒരു സെന്റൻസിന്റെ 4 പാർട്സ് വന്നിട്ടുണ്ട്. മീനിങ് ഫുൾ സെന്റൻസ് ആക്കാം. സെക്കൻഡ് പാർട്ട് ഏതാണ്? ഇത് എങ്ങനെയാണ് നമുക്ക് മീനിങ് ഫുൾ ആക്കാൻ പറ്റുന്നത്? ടു ബി ഹ്യൂമൻ ഈസ് ടു എൻഗേജ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ആൻഡ് വിത്ത് ദ വേൾഡ്. അപ്പൊ രണ്ടാമത് വരുന്നത് ഈസ് ടു എൻഗേജ് എന്നുള്ളതാണ്. അടുത്തത് ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ദ ഗിവൺ സെന്റൻസ് വിച്ച് ഹാസ് എ ഗ്രാമാറ്റിക്കൽ എറർ ഇൻ ഇറ്റ്. ഐ വാണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ് സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റോപ്പ് ഹാവിംഗ് ദ ഷാഡോ ഓഫ് അതേഴ്സ്. ഹാവിംഗ് ദ ഷാഡോ ഓഫ് അതേഴ്സ് ആണ് ഇവിടെ ഗ്രാമാറ്റിക്കൽ എറർ ആയിട്ട് വരുന്നത്. അടുത്തത് ഫ്രജൈലിന്റെ സിമിലർ വേർഡ്. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ നോട്ട് കോൺസ്റ്റന്റ്, അതായത് ചഞ്ചലമായ എന്ന് പറയത്തില്ലേ, ചഞ്ചലമായ, ഫിക്കിൾ ആണ് ഉത്തരം. He didn't think of the unwelcome consequence of his unwise action. Unwelcome consequence ramification ആണ്, ramification. അടുത്തത് she would have reached here on time. അപ്പോൾ മെയിൻ ക്ലോസിൽ would have plus V3 ആണെങ്കിൽ if ക്ലോസിൽ had plus V3 വേണം. if she had had a scooter. ഇഷാൻ asked her why didn't you tell me. റിപ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ didn't എന്ന് പറയുന്നത് V2 അല്ലേ, അപ്പൊ എന്താവും? അത് hadn't ആയിട്ട് മാറും. ഇഷാൻ asked her why she hadn't told him. അടുത്ത ചോദ്യം his dash was that he was on board the train at the time of the crime. അലിബി ആണ്. അലിബി എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം നടന്ന സമയത്ത് പ്രതി മറ്റൊരിടത്തായിരുന്നു എന്ന വാദം. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? അലിബി എന്ന് പറയുന്നത്. he sat on there for hours on end. on end എന്ന് വെച്ചാൽ എന്താണ്? കണ്ടിന്യൂയിങ് വിത്തൗട്ട് സ്റ്റോപ്പേജ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അപ്പം അവൻ അവിടെ മണിക്കൂറുകളോളം ഇരുന്നു എന്നുള്ളതാണ്. ഹി സാറ്റ് ദെയർ ഫോർ അവേഴ്സ് ഓൺ എൻഡ്. ഓക്കെ, അടുത്തത് അർത്ഥം എഴുതുക. അഹി എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പ്. അഹി എന്ന് പറഞ്ഞാൽ പാമ്പാണ്. അപ്പോൾ പാമ്പിന്റെ മറ്റു കുറച്ച് പര്യായ പദങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. പാമ്പ് എന്ന് പറഞ്ഞാൽ അഹി, സർപ്പം, ഉരകം, ഫണി. ഓക്കെ, അഹി, സർപ്പം, ഉരകം, ഫണി എല്ലാം എന്താണ്? പാമ്പാണ്, പാമ്പ്. ഇനി തവളയുടെ കുറച്ച് പര്യായ പദങ്ങൾ നോക്കാം. മണ്ടൂകം, ദർദൂരം, പ്ലവകം. മണ്ടൂകം, ദർദുരം, പ്ലവകം എന്താണ്? തവളയാണ്. അടുത്തത് പക്ഷിയുടെ പര്യായ പദങ്ങൾ പതംഗം, വിഹകം, ഖഗം. പതംഗം, വിഹകം, ഖഗം എന്താണ്? പക്ഷിയാണ്. ഓക്കെ, ഓർക്കുക. അടുത്ത ചോദ്യം ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. ആനവാരി രാമൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ. പ്രതിഗ്രാഹിക വിഭക്തി എ ആണ്. എ ഓട് ഇക്ക് ഇന്ന്. നിർദ്ദേശികയ്ക്ക് പ്രത്യേകം ഇല്ല, പ്രതിഗ്രാഹികയാണ് ആദ്യത്തെ പ്രത്യയം എ. വിൻ പ്ലസ് സ്ഥലം വിണ്ടലം എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം ഏതാണ്? ആദേശ സന്ധിയാണ്. ആദേശ സന്ധി.
ലയൺസ് ഷെയർ എന്നതിന് സമാനമായ മലയാള ശൈലിയാണ് സിംഹഭാഗം. സിംഹഭാഗം. ഭാര്യ എന്ന പദത്തിന്റെ പര്യായം എന്താണ്? കളത്രം, വാമഭാഗം ഒക്കെ എന്താണ്? ഭാര്യയാണ്. ശരിയായ പദം ഏതാണ്? മനുഷ്യത്വം. മനുഷ്യത്വം ആണ് ശരിയായ പദം. അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട്, പരസ്യം. പരസ്യം എന്നുള്ള മീനിങ് ആണ്. ആശാമേനോൻ ആരുടെ തൂലികാനാമമാണ്? കെ ശ്രീകുമാറിന്റെ തൂലികാനാമമാണ് ആശാമേനോൻ. അടുത്തത് എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? രണ്ടാം മൂഴം. ഇത് 2014 എൽ ഡി സിക്കും റിപ്പീറ്റ് ചെയ്തതാണ്. എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? രണ്ടാം മൂഴം. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നലത്തെ എക്സാമിന് നടന്ന ചോദ്യങ്ങൾ. വന്ന ഏരിയാസ് കൂടുതലും SCERT തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി ഇനി പഠനം ഒന്ന് അറേഞ്ച് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു.